പോകുന്ന നെട്ടൂരിൽ, എറണാകുളത്തെ നെട്ടൂരിലാണ് കായലിൽ വീണ വിദ്യാർത്ഥിനിക്കായിട്ട് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. പനങ്ങാട് സ്കൂളിലെ +1 വിദ്യാർത്ഥിനി ഫിദയാണ് മാലിന്യം കളയാൻ പോയപ്പോൾ കാലുവഴുതി കായലിലേക്ക് വീണത്. പോലീസും ഫയർഫോഴ്സും ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോഴും വിദ്യാർത്ഥിനിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞോ? എന്തൊക്കെയാണ് നമുക്ക് അവിടെ നടക്കുന്ന തെരച്ചിലിൻ്റെ വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ? SKN ഫിദയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ 4-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഇതുവരെയും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. നിലവിൽ ഫയർഫോഴ്സിൻ്റെ സ്കൂബ അംഗങ്ങളും ഒപ്പം നാട്ടുകാരുമാണ് തെരച്ചിലിന് നേതൃത്വം കൊടുക്കുന്നത്. കൂടുതൽ സ്കൂബ ടീം അംഗങ്ങൾ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ കായലിൻ്റെ വിവിധ ഭാഗങ്ങളിലായാണ് തെരച്ചിൽ നടക്കുന്നത്. ഇതുവരെയും ഒരു സൂചനയും ലഭിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ കായലിൻ്റെ ഒഴുക്ക്, അത് ഇവിടേക്ക് ചേരും എന്നടക്കമുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സ്ഥലത്തെ കൗൺസിലർ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇപ്പോൾ നിലവിൽ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്, ഈ കായലിൻ്റെ കിടപ്പ്, മറ്റ് സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? ഇത് സംഭവിക്കുന്നത് രാവിലെ ഒരു 6:30 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. ഒരു 6:30 മണിയായപ്പോൾ എന്നെ ഇവിടെ നിന്ന് പരിസരവാസികൾ വിളിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെയാണ് എന്നെ പനങ്ങാട് നിന്ന് SIനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ SI ആയിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ സംഭവം നടന്നപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടെ പരിസരവാസികൾ ഉണ്ടായിരുന്നു. അവർ ഈ കുട്ടി പോകുന്നത് കണ്ടിട്ട് പുറകെ ചാടിയവരുണ്ട്. രക്ഷിക്കാൻ വേണ്ടി പുറകെ ചാടി. റിബിൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ് കൂടെ ചാടിയത്. പക്ഷേ അവർ നോക്കി 4 മണിക്കൂറിനോട് അടുക്കുകയാണ്. അപ്പം ഇവിടെ തന്നെ ഈ കുട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ഇനി? കാര്യം 7 മണി തൊട്ട് സ്കൂബ ഡൈവേഴ്സ് വന്നു. അവരും ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രദേശവാസികൾ വഞ്ചിയായിട്ട് തെരച്ചിലുകൾ ആ സമയം മുതൽ തെരച്ചിലുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും സമയം പിന്നിട്ടിട്ടും ഇത് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇത്രയും വൈഡായിട്ട് ചെയ്യുന്നതിന് വേണ്ടി മൂവാറ്റുപുഴയിലുള്ള സ്കൂബ ഡൈവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു. SIയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവർ 10ഓളം പേരടങ്ങുന്ന ഒരു ടീമാണ് അവിടെ നിന്ന് പോന്നേക്കുന്നത്. അപ്പോൾ അവരെയും കൂടി ഇത്രയും കൂടി വ്യാപകമായിട്ട് തിരച്ചിൽ നടത്തിയാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവിലേക്ക് ചെന്നെത്താൻ പറ്റുള്ളൂ. കായൽ എവിടേക്കാണ് ചെന്ന് ചേരുന്നത്? തുടങ്ങുന്നത് അരൂര് കുമ്പളം കായലിങ്ങനെ ചേർന്ന് വന്ന് ഇത് നേരെ പോയി നെട്ടൂര് കുമ്പളം പാലത്തിനടിയിൽ കൂടി നേരെ പോയിട്ട് കൊച്ചി കായലിലേക്ക് ഒന്ന് കയറുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് കൂടി ഒരു ചന്തത്തോടു കൂടി കടന്നു വരുന്നുണ്ട്. ആ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി പ്രഷർ ഒഴുക്ക് കൂടുതലാണ്. കാരണം അവിടെ നിന്ന് തന്നെ വെള്ളവും കൂടി ഒഴുകി വരുമ്പോൾ അടിയൊഴുക്ക് ഇത്തിരിയും കൂടി കൂടുതലായിട്ടാണ് അങ്ങാട് വരുന്നത്. ഈ പരിസരത്ത് നിന്ന് കിട്ടിയ എന്തെങ്കിലും നമുക്കൊരു തുമ്പ് കിട്ടിയാൽ ഏറ്റവും നല്ലതായിരിക്കും. അങ്ങാട് പോയാൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകേണ്ടി വരും. SKN, ഇതാണ് ഇവിടുത്തെ സാഹചര്യം. നിലവിൽ ഈ അടിയൊഴുക്ക് കൂടുതലുള്ളൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്കൂബ ടീം അംഗങ്ങൾ എത്തുന്ന മുറയ്ക്ക് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറി, ഇപ്പോൾ കൗൺസിലർ പറഞ്ഞതുപോലെ അല്പദൂരം കൂടി മാറി ആ മേഖലകളിൽ കൂടി തിരച്ചിൽ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുക. മൂവാറ്റുപുഴയിൽ നിന്നാണ് പ്രത്യേക ടീം ഈ തെരച്ചിലിന് വേണ്ടി എത്തുന്നത്. ഇന്നിപ്പോൾ എറണാകുളം ജില്ലാ സ്കൂബ ടീമാണ്. അവർ വയനാട് ദുരന്ത ഭൂമിയിൽ നിന്ന് നേരിട്ട് ഇവിടേക്ക് എത്തിയ ആളുകളാണ്. ഇന്നലെ രാത്രിയോടുകൂടി എത്തിയതാണ്. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ സ്കൂബ ടീമിന് പുറമെ നാട്ടുകാർ അവർ സ്വന്തം നിലയിലുള്ള ഒരു തെരച്ചിൽ കൂടി നടത്തുന്നുണ്ട്. ഈ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളുകളാണ്. കാരണം അടിയൊഴുക്കുള്ള മേഖലയാണ്, ആഴം കൂടുതലുള്ള മേഖലയാണ്. അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളുകൾ അവരുടേതായ രീതിയിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും 4 മണിക്കൂറിനോടടുക്കുമ്പോഴും എവിടെയാണ് ഫിദ എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു സൂചനയും ലഭിച്ചിട്ടുമില്ല. SKN. പനങ്ങാട് സ്കൂളിലെ +1 വിദ്യാർത്ഥിനി ഫിദയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ തുടരുകയാണ്. രാവിലെ മാലിന്യം കളയാൻ പോയ ഫിദ കാൽ വഴുതി ഈ കായലിലേക്ക് വീണു എന്നാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വ്യാപകമായ തെരച്ചിൽ തുടരുന്നു. ഫിദയെ ഇനി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഫിദയെ എളുപ്പം കണ്ടെത്താൻ കഴിയട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം.